52 60 വയസ്സുള്ള ദമ്പതിമാർ കൗൺസിലിങ്ങിനെത്തുകയാണ്. അവർ ഡൈവേഴ്സിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5-6 മക്കളുണ്ട് അവർക്ക്. മക്കൾ ഒരുമിച്ച് കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് ഇനി ഒരു കൗൺസിലറുടെ അടുത്ത് നമുക്ക് പോവാം. കാരണം ഉമ്മയെയും ഉപ്പയെയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അങ്ങനെ അവസാനത്തെ ഒരു വാക്ക് കൗൺസിലർ പറയട്ടെ എന്നുള്ള നിലയിലാണ് ഫാമിലി കൗൺസിലിങ്ങിന് ഈ ദമ്പതിമാരെ എത്തിച്ചിരിക്കുന്നത്. രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഭാര്യയോടാണ് ആദ്യം സംസാരിച്ചത്. ഭാര്യയ്ക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഭർത്താവിൻ്റെ വിഷയത്തിലുള്ള സംശയങ്ങളാണ്. കാരണം ഈ 50 കഴിഞ്ഞ ഈ സഹോദരിയോട് വളരെ പരുഷമായിട്ടാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹവായ്പോടുകൂടി പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാർക്കശ്യ ബുദ്ധിക്കാരനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് നല്ല ഷുഗറുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് അദ്ദേഹം നിയമിച്ചിരിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഇദ്ദേഹത്തിന് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, വേണ്ടാത്ത ബന്ധമുണ്ട് എന്ന് ഭാര്യ ആരോപിക്കുകയാണ്. എന്നാൽ ഭർത്താവുമായിട്ട് ഞാനിരുന്നപ്പോൾ എനിക്ക് ബോധ്യമായത് ഭാര്യ സംശയിക്കുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ശരിയല്ല. കാരണം 61 വയസ്സോളം എത്തിയിട്ടുള്ള ഇയാളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള ഒരുപാട് അവശതകൾ, മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ഭാര്യയുടെ സംശയരോഗമാണ് അദ്ദേഹത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഭാര്യ എപ്പോഴും സംശയത്തോടുകൂടി സംസാരിക്കുകയും വളരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഭർത്താവ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭാര്യനോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? കാരണം വീട്ടിൽ വന്നാൽ എനിക്കൊരിക്കലും ഒരു സ്വസ്ഥതയും നൽകുന്നില്ല. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഒന്നിച്ച് കേട്ടപ്പോൾ രണ്ടുപേർക്ക് പറയാനുള്ളതിലും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. ഈ സ്ത്രീ പറയുന്നത്, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ലൈംഗികമായ ബന്ധം വളരെ മോശമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ലൈംഗിക പെരുമാറ്റം ഇന്ന് വരെ എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇത് അവൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക സംഘർഷമാണ്. അപ്പോൾ എടുത്ത വഴിക്ക് അവിടെ ഇവരുടെ കൂടെ എത്തിയിരിക്കുന്ന ചില ആളുകൾ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് അവൾക്ക് 5-6 കുട്ടികളുണ്ടായത്? അവിടെ ഈ സഹോദരിയുടെ വാദം വളരെ പ്രസക്തമാണ്. കുട്ടികൾ ഉണ്ടായിട്ടില്ല, അദ്ദേഹം ജന്മം നൽകിയിട്ടില്ല എന്നൊന്നും അവൾ പറയുന്നില്ല. എന്നാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കേണ്ട അംഗീകാരം, പരിഗണന, ശ്രദ്ധ, തലോടൽ, ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. പലപ്പോഴും ഇവളിലുള്ള നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രമാണ് ഭർത്താവ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് സ്ത്രീകളുമായി ബിസിനസ് മേഖലയിൽ സംസാരിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഫീൽ ചെയ്യുന്നത് അവരോടൊക്കെ ഇദ്ദേഹം വളരെ മാന്യമായിട്ട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറുന്നത് എന്നാണ്. ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിയമിച്ചിരിക്കുന്ന എൻ്റെ സ്റ്റാഫിനോട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? സ്വാഭാവികമായിട്ടും എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് രാജിവെച്ചവർ പോയേക്കും. അതുകൊണ്ട് ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവരോട് ഞാൻ മാന്യമായി പെരുമാറുന്നുണ്ട്, അത് ഒരു സംശയമില്ല. പക്ഷേ എൻ്റെ ഭാര്യ എന്നെ വേണ്ട രൂപത്തിൽ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വാഗ്വാദം തുടർന്നു. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തുറന്നു കേട്ടപ്പോൾ രണ്ടുപേരുടെ അടുത്തും കാര്യമായ തകരാറുകളുണ്ട് എന്നെനിക്ക് ബോധ്യമായി. രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള ഗൈഡൻസും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജീവിതം മധുരപൂരിതമാക്കാൻ സാധിക്കുന്ന സ്വഭാവ മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് രണ്ടുപേർക്കും ബോധ്യപ്പെടുത്തിയപ്പോൾ ഇനിയുള്ള
ഞങ്ങളുടെ ജീവിതം ആ രൂപത്തിൽ ക്രമീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇരുവരും എത്തിയിരിക്കുന്നത്. ഈ ഒരു കൗൺസിലിംഗ് കേസ് ഞാനിവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ ഇടയിൽ 30 വർഷവും 40 വർഷവും ഒന്നിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. എന്നാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് നൊമ്പരങ്ങൾ പെയ്തിറങ്ങുന്നു. കാരണം ഇവർക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. രണ്ടുപേർക്കും തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അൺകണ്ടീഷണലായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല, ആശയവിനിമയം നടത്തുന്നില്ല. രണ്ടു പേർക്കിടയിലും ഉണ്ടാവേണ്ട ആത്മബന്ധം വയസ്സ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം ഏതൊരു വ്യക്തിയിലും ഒരുപാട് നന്മകളുണ്ടായിരിക്കും, കുറച്ച് ദോഷങ്ങളുണ്ടായിരിക്കും. ഒരാളുടെ തിന്മകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ, എടുത്തു കാണിക്കാൻ നമ്മൾ മെനക്കെടുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അത് മാത്രമേ കാണുള്ളൂ. എന്നാൽ ഭാര്യ ഭർത്തൃ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത് ഒരാൾ മറ്റൊരാളുടെ കുറവുകളും ദോഷങ്ങളും കണ്ടെത്തുകയല്ല, നേരെ മറിച്ച് എൻ്റെ സഹധർമ്മിണിയിൽ ഉള്ള നന്മകൾ എന്തൊക്കെയാണ്, ആ നന്മകളെ കാണുക, ഒപ്പം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രശംസിക്കുക, അംഗീകരിക്കുക. ഏതൊരു സ്ത്രീക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംരക്ഷണമാണ്. ഞാൻ സംരക്ഷിക്കപ്പെടുന്നു, ഞാൻ അംഗീകരിക്കപ്പെടുന്നു, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, ഏത് പ്രതിസന്ധികളിലും എന്നോടൊപ്പം എൻ്റെ ഭർത്താവുണ്ട് എന്ന തോന്നൽ ഒരു സ്ത്രീക്ക് നൽകുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. പ്രത്യേകിച്ച് മെനോപോസ് സ്റ്റേജിലെത്തിയിരിക്കുന്ന ഒരു സ്ത്രീ, അതായത് ആർത്തവ വിരാമത്തിലെത്തിയിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ അവർക്ക് ഒരുപാട് മാനസികമായ പിരിമുറുക്കങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ സന്ദർഭത്തിലാണ് കാരുണ്യത്തോടു കൂടി സഹധർമ്മിണിയോട് ഭർത്താവ് പെരുമാറേണ്ടത്. അതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്വഭാവങ്ങൾ. ഒന്ന് സ്നേഹമാണ്, 2 കാരുണ്യമാണ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഒരു പറുദീസയായി മാറണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഉള്ളതിൽ തൃപ്തിപ്പെടാനും തയ്യാറാവുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളതാണ്. ആ രൂപത്തിലുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് സമൂഹത്തിൽ പരിലസിക്കേണ്ടത്. ദൈവം തുണക്കട്ടെ.